ഇപ്പോൾ സൈബർ വിദഗ്ധൻ ശ്രീ വർഗീസ് ബാബു കൂടി ചേരുന്നുണ്ട്. ശ്രീ വർഗീസ് ബാബു, ഒരു ഘട്ടത്തിൽ ഈ സോഷ്യൽ മീഡിയകളുടെ ഒരു പ്രചാരണം ആരംഭിക്കുന്ന സമയത്തൊക്കെ ഈ ചിത്രങ്ങളടക്കമൊക്കെ സോഷ്യൽ മീഡിയയിൽ നൽകുവാൻ ആളുകൾ ഭയന്നിരുന്നു. അത് മോർഫ് ചെയ്യപ്പെടും, ദുരുപയോഗം ചെയ്യപ്പെടും, അതുകൊണ്ട് അത്തരം കാര്യങ്ങളൊന്നും പങ്കുവെക്കരുത് എന്നാണ്. എങ്കിൽ ഇപ്പോൾ എല്ലാവരും അവരുടെ ഏറ്റവും പ്രധാനപ്പെട്ട സ്വകാര്യ നിമിഷങ്ങൾ അല്ലെങ്കിൽ ജീവിതത്തിലെ സന്തോഷ നിമിഷങ്ങൾ, ഏറ്റവും വ്യക്തിപരമായി കാണുന്ന വിഷയങ്ങൾ എല്ലാം സോഷ്യൽ മീഡിയയുടെ പ്രതലത്തിലൂടെ പുറംലോകത്തെ അറിയിക്കുന്ന ഒരു പശ്ചാത്തലമുണ്ട്. അതിനെ അടക്കം ചൂഷണം ചെയ്യുന്നു ഈ തട്ടിപ്പുകാർ എന്നാണ് ഇപ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഇത് എത്രത്തോളം വലിയ ഒരു തട്ടിപ്പാണ്? ഈ തട്ടിപ്പിൽ നിന്ന് എങ്ങനെയാണ് ഒരു വ്യക്തിക്ക് മാറി നിൽക്കാൻ കഴിയുക, അല്ലെങ്കിൽ ഈ തട്ടിപ്പിന് ഇരയാക്കപ്പെടാതിരിക്കാൻ എന്തൊക്കെ കാര്യങ്ങൾ ശ്രദ്ധിക്കണം? നമസ്കാരം. അതായത് ബിജു സാർ പറഞ്ഞ മാതിരി ഇപ്പം നമ്മൾ 2 ഫാക്ടർ വെരിഫിക്കേഷൻ നമ്മളെ സെറ്റിങ്സിനകത്ത്, വാട്സപ്പിൻ്റെ സെറ്റിങ്സിനകത്ത് 2 ഫാക്ടർ വെരിഫിക്കേഷൻ എനേബിൾ ചെയ്ത് കഴിഞ്ഞാൽ ഏറെക്കുറെ ബ്ലോക്ക് ചെയ്യാൻ പറ്റും. പക്ഷേ ഇപ്പം ചെയ്യുന്ന ടെക്നോളജി ഛത്തീസ്ഗഡ്, ബോംബെ ഇതുപോലെ ഒരു ഗ്രൂപ്പ് ഓഫ് ടീം ഇറങ്ങിയിട്ടുണ്ട്. ഈ ടീം ചെയ്യുന്നത് ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസിലാണ് ഒരു സോഫ്റ്റ്വെയർ ബിൽഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇതിനൊരു OTP നമ്പർ ആവശ്യമൊന്നുമില്ല. ഒരാളുടെ വാട്സപ്പ് ഹാക്ക് ചെയ്യാൻ വളരെ നിസ്സാരമാണ്. അപ്പം ഒരു API കോഡ് ജസ്റ്റ് ലിങ്ക് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ വാട്സപ്പ് ഹാക്ക് ചെയ്യപ്പെടാം. അപ്പം അതിൻ്റെ അകത്ത് നമ്മൾ പഴയ മാതിരി നമ്മളിപ്പം ഒരാളുടെ വാട്സപ്പ് എടുക്കുകയാണെങ്കിൽ ആ കോൺടാക്ട്സ് നമ്പർ, ഡീറ്റെയിൽസ് എല്ലാം എടുക്കുന്നതെങ്കിൽ ഒരു ഗ്രൂപ്പ് ഉണ്ടെങ്കിൽ, നമ്മളൊരു എക്സാമ്പിൾ ഒരു മൊബൈലിനകത്ത് ഒരു 10 ഗ്രൂപ്പ് ഉണ്ടാവും, അല്ലെങ്കിൽ ഒരു 5 ഗ്രൂപ്പ് ഉണ്ടാവും. അതിന് ഒരാളുടെ സഹായം വേണമെന്നില്ല, OTP നമ്പർ ആവശ്യമില്ല. അതായത് നമുക്ക് വേണ്ടതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ APIയിൽ ഒരു ചെറിയ സോഫ്റ്റ്വെയർ, ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസിൻ്റെ അകത്ത് സോഫ്റ്റ്വെയർ ഇൻസ്റ്റാൾ ചെയ്തിട്ട് ജസ്റ്റ് ഒരു ലിങ്ക് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ വാട്സപ്പ് ഹാക്ക് ചെയ്യപ്പെടും. പിന്നെ സാറ് പറഞ്ഞതുപോലെ നമുക്ക് വേണമെങ്കിൽ 2 ഫാക്ടർ വെരിഫിക്കേഷൻ എനേബിൾ ചെയ്യാം, ഇമെയിൽ ഒരു ഓതന്റിക്കേഷൻ സെറ്റ് ചെയ്യാം. പിന്നെ ഏറ്റവും കൂടുതൽ വരേണ്ടത് ഈ OTP പറഞ്ഞു കൊടുക്കാതിരിക്കുക. ഏറ്റവും വലുത് നമ്മുടെ ജനങ്ങളോട് പറയാനുള്ള കാര്യം എന്ന് പറഞ്ഞാൽ സുരക്ഷാ വീഴ്ചകൾ. നമ്മുടെ സ്വകാര്യത, മൊബൈലിൽ കാണുന്ന ഫോട്ടോസ് വരെ ഹാക്ക് ചെയ്യപ്പെടാം. അത് മോർഫ് ചെയ്ത് മറ്റൊരിടത്ത് എത്തിക്കാൻ പറ്റും. അപ്പം ഇത് നമുക്ക് ചെയ്യാൻ പറ്റുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആക്ച്വലി നമ്മളെ ബാങ്ക് അക്കൗണ്ട്, അതായത് സ്വകാര്യ ബാങ്കുകളിൽ, അതായത് നിലവിൽ ഇപ്പം ഒരുപാട് ബാങ്കുകളുണ്ടാവും. ഈ ബാങ്കുകളില്ലാത്ത പ്രൈവറ്റ് ആയിട്ടുള്ള ഒരുപാട് ബാങ്കിങ്ങിൻ്റെ ആപ്ലിക്കേഷൻസ് മൊബൈലിലുണ്ടാവും. ചെറിയ ആൾക്കാർ ലോൺ എടുക്കുന്നുണ്ട്, 10,000 അല്ലെങ്കിൽ 20,000 ലോൺ എടുക്കുന്നുണ്ട്. അപ്പോൾ ഈ ലോൺ എടുക്കുമ്പോൾ നമ്മുടെ മൊബൈലിനകത്തുള്ള എല്ലാ ഡേറ്റാസും അവരുടെ കയ്യിലുണ്ട്. അപ്പം ഡേറ്റ തെഫ്റ്റ് എന്നാണ് അതിന് പറയുന്നത്. ഇപ്പം ഒരു ഡേറ്റ തെഫ്റ്റ് എന്ന് പറയുമ്പം കഴിഞ്ഞ എനിക്ക് തോന്നുന്നു ലാസ്റ്റ് 6 മന്ത്സിൻ്റെ അകത്ത് നമ്മുടെ എല്ലാവരുടെയും, അതായത് എനിക്ക് തോന്നുന്നു ഇന്ത്യക്കകത്തുള്ള മിക്കവരുടെയും ഡേറ്റ ഈ ഹാക്കേഴ്സിന്റെ കയ്യിലുണ്ട്. അപ്പം അത് ബേസിക്കലി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവർ ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ ഒരു ഡേറ്റ, ഇപ്പം നമ്മൾ ISP ലെവലിൽ, അതായത് സർവീസ് പ്രൊവൈഡേഴ്സ് ആവാം, അവിടെ ജോലി ചെയ്യുന്നവരാവാം. ഇപ്പം എക്സാമ്പിൾ ഒരു നമ്മുടെ സർവീസ് പ്രൊവൈഡേഴ്സിൻ്റെ അകത്ത് നിന്ന് ഈ OTP നമ്പർ, അതായത് നമ്മുടെ മൊബൈലിൽ അയച്ചു തരണം മുമ്പേ അവിടെ വർക്ക് ചെയ്യുന്ന ഒരാളുണ്ടെങ്കിൽ അവിടെ നിന്ന് OTP നമ്പർ പറഞ്ഞു കൊടുത്തു കഴിഞ്ഞാൽ മൊബൈൽ ഹാക്ക് ചെയ്യാൻ വളരെ നിസ്സാരമാണ്. അപ്പൊ അതിന് വേണ്ടത് എല്ലാം ഇപ്പൊ ചെയ്യുന്നത് നമ്മളിപ്പം സാറ് പറഞ്ഞ പോലെ, വിജയ് സാർ പറഞ്ഞു, അവയർനെസ് ആണ് വേണ്ടത്. അപ്പൊ സാറ് പറഞ്ഞ പോലെ ഏറെക്കുറെ നമുക്കത് ബ്ലോക്ക് ചെയ്യാൻ പറ്റും ഒരു അവയർനെസ് ഉണ്ടെങ്കിൽ. അതായത് അത് ഒരിക്കൽ കൂടി, അതായത് ഇപ്പോൾ ഈ വാട്സപ്പിനെ സംബന്ധിച്ച് ഇപ്പോൾ എൻ്റെ ഫോണിലും വാട്സപ്പ് ഉണ്ട്. നമ്മൾ ഈ ചർച്ച ചെയ്യുന്നു എന്ന വിഷയം വരെ വാട്സപ്പിലൂടെയൊക്കെയാണ് പലരെയും അറിയിക്കുന്നത്, സ്റ്റാറ്റസ് ആക്കുന്നത്. അപ്പോൾ ഒരു വാട്സപ്പ് ഇൻസ്റ്റാൾ ചെയ്യുമ്പോൾ അടക്കം നമ്മൾ എന്തൊക്കെ കാര്യങ്ങൾ, അതായത് ഇത്തരം സെക്യൂരിറ്റി മെഷേഴ്സ് പലപ്പോഴും പല മെസ്സേജുകളും, ഒരു ആപ്പ്, അതെന്ത് ആപ്പുമാകട്ടെ, ഇൻസ്റ്റാൾ ചെയ്യുമ്പോൾ നമ്മൾ അതൊന്നും വളരെ കൃത്യമായി വായിക്കാറില്ല. പലതും നെക്സ്റ്റ് എന്ന ഓപ്ഷനിലേക്ക് പോവുകയാണ്. ഇപ്പോൾ ഈ താങ്കൾ പറയുന്ന ഓപ്ഷൻ അത് ഏതാണ്, എന്താണ് എന്ന് ഒരിക്കൽ കൂടി ഒന്ന് പ്രേക്ഷകർക്ക് മനസ്സിലാക്കുന്നതിന് വേണ്ടി വ്യക്തമാക്കാമോ? അതായത് നമ്മളൊരു പുതിയ ഹാൻഡ്സെറ്റ് നമ്മൾ മൊബൈലിൽ മേടിക്കുമ്പോൾ നമ്മൾ ആദ്യം ഇൻസ്റ്റാൾ ചെയ്യുമ്പോൾ അതിൻ്റെ അകത്ത് കുറച്ച് പ്രൈവസി വയലേഷൻസ് പറയുന്നുണ്ട്, പ്രൈവസീസ്. അതിൻ്റെ അകത്ത് എനേബിൾ ചെയ്യുമ്പോൾ നമ്മൾ എല്ലാം വായിച്ച് നോക്കുക എന്തൊക്കെയാണ് കാര്യങ്ങൾ. വാട്സപ്പിൻ്റെ അകത്ത് തന്നെ വാട്സപ്പിന് അതേ സിമ്പിളും വാട്സപ്പിൻ്റെ അതേ ലോഗോയും വെച്ചിട്ട് പഴയ കുറേ സോഫ്റ്റ്വെയർസ് ഉണ്ട്. ആ സോഫ്റ്റ്വെയർസ് തന്നെ നമ്മൾ ഇൻസ്റ്റാൾ ചെയ്യുമ്പോൾ നമ്മൾ നോക്കേണ്ടത് വാട്സപ്പ് ആണോ അല്ലെങ്കിൽ വേറെ ആപ്ലിക്കേഷൻസ് ആണോ നോക്കണം. ഇതൊന്നും നമ്മൾ ജനങ്ങൾ നോക്കാറില്ല. നമ്മൾ ജസ്റ്റ് ക്ലിക്ക് ചെയ്യുന്നു, വാട്സപ്പിൻ്റെ പോലെ തന്നെ ഫേക്ക് ആയിട്ടുള്ള ഒരുപാട് ആപ്ലിക്കേഷൻസ് ഇപ്പം നമ്മളെ പ്ലേ സ്റ്റോറിലുണ്ട്. ഇത് ബ്ലോക്ക് ചെയ്യേണ്ടത് സെൻട്രൽ മിനിസ്ട്രിയാണ് ബ്ലോക്ക് ചെയ്യേണ്ടത്. അപ്പോൾ അതിന് നമ്മൾ നോക്കാതെ ജസ്റ്റ് ഇൻസ്റ്റാൾ ചെയ്തിട്ട് അത് നമ്മളിപ്പം അറിയില്ല, അതും സിമിലർ ആയിരിക്കും വാട്സപ്പ് എന്ന് കരുതും ആൾക്കാർ. അപ്പോൾ ഒരു അവയർനെസ്സും ഇല്ലാതെ ബാങ്ക് അക്കൗണ്ട് എല്ലാം ലിങ്ക് ചെയ്തിരിക്കുന്നത് ഇപ്പം എല്ലാം മൊബൈലിലാണ്. ഗൂഗിൾ പേ ഉൾപ്പെടെയുള്ള എല്ലാം ചെയ്യുന്നിരിക്കുന്നത് മൊത്തം മൊബൈലിലാണ്. അപ്പോൾ ഒരു നമ്പേഴ്സിൽ നിന്ന് വന്നാൽ പോലും ബേസിക്കലി നമ്മളിപ്പോൾ കാണുന്നുണ്ടല്ലോ, ഒരു Paytm ആയാലും നമ്മൾ എല്ലാ അക്കൗണ്ടും ചെയ്തിരിക്കുന്ന എല്ലാം മൊബൈലിലാണ്. നമുക്ക് ജനങ്ങളോട് നമുക്കിത് പറയേണ്ടത്, ഏത് ആപ്ലിക്കേഷൻ ഇൻസ്റ്റാൾ ചെയ്യുമ്പോഴും അതിനെ ഒന്ന് വായിച്ചു നോക്കുക. പിന്നെ ഏറെക്കുറെ നമ്മൾ ഏജ് ആയിട്ടുള്ള ആൾക്കാർ ഇതൊന്നും നോക്കാറില്ല.
അപ്പം അവയർനെസ് വേണം, അവരല്ലെങ്കിൽ ജസ്റ്റ് ഒന്ന് നോക്കുക. ഇതൊക്കെ നമ്മൾ നോക്കി മാത്രമേ ചെയ്യാൻ പറ്റുള്ളൂ മൊബൈൽ. ഇപ്പം ടെക്നോളജി, ഇപ്പം നമ്മളിപ്പോൾ എന്ത് ചെയ്താലും ടെക്നോളജി അതിൻ്റെ വേറൊരു ലെവലിലാണ് വർക്ക് ചെയ്യുന്നത്. ഇപ്പം ഞാൻ പറഞ്ഞു, ഇപ്പം ലാസ്റ്റ് റീസെൻ്റ് ആയിട്ട് എനിക്ക് തോന്നുന്ന ഒരു കേസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു OTP നമ്പർ തന്നെ. ഇപ്പം നമുക്ക് സാറ് പറയുന്നത് കേട്ടായിരുന്നു, നമുക്ക് OTP നമ്പർ ഷെയർ ചെയ്യാൻ പാടില്ല. ഓക്കെ, പക്ഷേ ഒരു ചെറിയൊരു ആപ്ലിക്കേഷൻ, ഒരു ചെറിയ ലിങ്ക് വാട്സപ്പിൻ്റെ അകത്ത് ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ ജസ്റ്റ് ക്ലിക്ക് ചെയ്യുവാണെങ്കിൽ അത് സ്പാമാണ്. ആ വൈറസ് ഡിക്റ്റേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ മൊബൈലിൽ ഫുൾ ആക്സസ് കിട്ടും. അതാണ് ഇപ്പം ഇറങ്ങുന്ന ChatGPT ഉള്ള ഒരുപാട് സോഫ്റ്റ്വെയർസ് നിലയിലുണ്ട്. അപ്പം ഇതിനെ പ്രിവെന്റ് ചെയ്യേണ്ടത് നമ്മുടെ ജനങ്ങളുടെ അടുത്താണ്. പിന്നെ നമുക്ക് ഏറ്റവും കൂടുതൽ പറയേണ്ടത് വാട്സപ്പിന്റെ ഇപ്പൊ ഒരു വാട്സപ്പിൽ ഇഷ്യൂ വന്നു, ഒരു 3 days ആവും ഇതിന്റെ ഒരു ഡീറ്റെയിൽസ് കളക്ട് ചെയ്യാനോ അല്ലെങ്കിൽ മെഷർമെന്റോ എടുക്കാൻ വേണ്ടിയിട്ട്. അപ്പം നമുക്ക് ചെയ്യാൻ പറ്റുന്ന പറഞ്ഞു കഴിഞ്ഞാൽ വാട്സപ്പിന്റെ ഗിവണർ ഓഫീസറുണ്ട്, അവർക്ക് ഒഫീഷ്യലായിട്ട് മെയിൽ അയക്കുക. അതിനോടൊപ്പം തന്നെ ഇപ്പം ഒരാളുടെ ഡേറ്റ മൊത്തം പോയി കഴിഞ്ഞു. ഞാൻ കണ്ടായിരുന്നു, നിങ്ങൾ ഒരാളുടെ മൊബൈലിന്റെ ഡേറ്റ മൊത്തം നഷ്ടപ്പെട്ടു എന്ന് പറഞ്ഞായിരുന്നു. അപ്പം ഇതിന്റെ അകത്ത് നമുക്ക് പ്രിവെന്റിങ് മെത്തേഡ് എന്ന് പറയുന്നത്, ഫസ്റ്റ് ചെയ്യേണ്ടത് മൊബൈലിലെ ഏതൊക്കെ ആപ്ലിക്കേഷനാണ് ഇൻസ്റ്റാൾ ചെയ്ത് നോക്കുക. അതായത് ഫേക്ക് ആയിട്ടുള്ള എന്തെങ്കിലും ആപ്ലിക്കേഷൻസ് ഉണ്ടോ ഡെയിലി ചെക്ക് ചെയ്യുക. പിന്നെ വാട്സപ്പ് അപ്ഡേറ്റ് ചെയ്യുക, എല്ലാ രീതിയിലും അപ്ഡേറ്റ് ചെയ്യേണ്ടതാണ്. അപ്പോൾ അപ്ഡേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഏകദേശം എനിക്ക് തോന്നുന്നത് ഒരു 90 to 100% നമുക്ക് ഒരു ഇതും ബ്ലോക്ക് ചെയ്യാം. പക്ഷെ എല്ലാത്തിനും പ്രിവെന്റേഷൻസ് ഉണ്ട് അതിൻ്റെ അകത്ത്. ഒപ്പം സ്വാഭാവികമായി ഇപ്പോൾ ഈ വാട്സപ്പ് ഒക്കെ ഉപയോഗിക്കുമ്പോൾ നമുക്കറിയാം ഏറ്റവും സ്വകാര്യതയുള്ള ഒരു സന്ദേശ വിനിമയ സംവിധാനം കൂടിയാണല്ലോ അത്. അതായത് ആരാണോ ഒരു മെസ്സേജ് അയക്കുന്നത്, ആ സന്ദേശം ആരിലേക്കാണോ എത്തേണ്ടത് അയാളിലേക്ക്, അതിനിടയിൽ മറ്റാരും ഇത് കാണുകയോ കേൾക്കുകയോ ചെയ്യില്ല എന്നുള്ളതാണല്ലോ വാട്സപ്പ് തന്നെ നൽകുന്ന ഒരു ഉറപ്പ്. അപ്പോൾ ഇത് ലംഘിക്കപ്പെടുമ്പോൾ സ്വാഭാവികമായും നേരത്തെ ഇതിന്റെ അന്വേഷണ ഉദ്യോഗസ്ഥനായ ബിജുമോഹൻ സാറിനോട് ചോദിച്ചപ്പോൾ അദ്ദേഹം പറയുന്നുണ്ട് ഇതിന് മെറ്റേ അല്ലെങ്കിൽ വാട്സപ്പ് പ്രൊവൈഡേഴ്സിനെയൊക്കെ അറിയിച്ചു എന്ന് പറയുമ്പോൾ ഇക്കാര്യങ്ങൾ അവരെ സംബന്ധിച്ചും കൃത്യമായ ബോധ്യം ഉള്ള ഒന്നാകുമല്ലോ. അത് തടയുക എന്നത് വാട്സപ്പിന് സാധ്യമാകുന്ന ഒന്നല്ലേ? ബേസിക്കലി വാട്സപ്പ് എൻഡ് ടു എൻക്രിപ്ഷൻ എന്നാണ് എല്ലാവരും പറയുന്നത്. അതായത് ഒരു P2P ആയിട്ട് ആരുടെ നമ്മൾ ഡേറ്റ എടുക്കാൻ പറ്റില്ല എന്നാണ് വാട്സപ്പിന്റെ പറയുന്നത്. പക്ഷേ നമുക്ക് അതിൻ്റെ അകത്ത് വേണ്ടതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരാളുടെ ഡേറ്റ എടുക്കാൻ വളരെ സിമ്പിളാണ്. അപ്പോൾ ഒരാളുടെ മൊബൈലിൽ ബേസിക്കലി ഇപ്പം ഞാൻ നിങ്ങൾക്ക് ഒരു ലിങ്ക് അയച്ചു തരികയാണ്. ലിങ്ക് അയച്ചു തന്നിട്ട് ഞാൻ ആർക്കാണ് ടാർഗറ്റ് ചെയ്യണം മെസ്സേജ്, അപ്പം ഞാനും അയാളും മാത്രമായിരിക്കും അറിയുന്നത്. ബേസിക്കലി ഇപ്പം നിങ്ങൾക്കൊരു മെസ്സേജ് അയക്കുവാണ്. അപ്പം അതൊരു സോഫ്റ്റ്വെയർ നമ്മൾ ബിൽഡ് ചെയ്ത് കഴിഞ്ഞാൽ അവർക്ക് മാത്രമേ മെസ്സേജ് പോകുള്ളൂ. അപ്പം മെയിൽ ചെയ്യാന്നുള്ള കാര്യമുള്ളത്. ആ ലിങ്ക് അയച്ചിട്ട് ഒരു 10 നമ്മുടെ കോൺടാക്ട്സിലുള്ള ഏകദേശം ഒരു 20 പേര് അല്ലെങ്കിൽ 30 പേര് കോൺടാക്ട്സിലുണ്ടെങ്കിൽ 30 പേരെ നമുക്ക് ആഡ് ചെയ്യാം. എന്നിട്ട് ഓട്ടോമാറ്റിക്കായിട്ട് ചെയ്യാൻ പറ്റുന്ന ഒരു സോഫ്റ്റ്വെയർ ഇപ്പം നിലവിലുണ്ട്. അത് ചെയ്ത് ബിൽഡ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കൊന്നും ചെയ്യേണ്ട ആവശ്യമില്ല. ആർക്ക് വേണം പേയ്മെന്റ് വേണം, എനിക്കൊരു 5,000 വേണം, എനിക്ക് 10,000 വേണം എന്ന നിലയിൽ നമുക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യമാണ്. അത് നമ്മൾ ടെക്നിക്കലി, അതായത് വാട്സപ്പിന്റെ ഫീച്ചേഴ്സിന്റെ ഒരുപാട് പ്രശ്നങ്ങളുണ്ട്. കാര്യം നമ്മുടെ ട്രായ് ആയാലും അതായത് സെൻട്രൽ മിനിസ്ട്രിയിലായാലും ഗവൺമെന്റ്സിലായാലും ഇവർ വരുന്ന ഒരു പ്രോബ്ലം വന്നു കഴിഞ്ഞാൽ ഇമീഡിയറ്റ്ലി ആക്ഷൻ എടുക്കാൻ ഒരു പ്രിവെന്റ് മെത്തേഡ് ഇല്ല. ഇപ്പൊ കേരള പോലീസിനെ സംബന്ധിച്ച് തന്നെ നമ്മളിപ്പം 24/7 വർക്ക് ചെയ്താലും വളരെ പെട്ടെന്ന് ഡേറ്റ എടുക്കാൻ അല്ലെങ്കിൽ ഒരു പ്രോബ്ലം സോൾവ് ചെയ്യാൻ വളരെ കഷ്ടപ്പെടുന്നുണ്ട്. അതിന് ഏറ്റവും വലിയ പ്രശ്നം വാട്സപ്പ് ഡേറ്റ പെട്ടെന്ന് അവർ കൊടുക്കുന്നില്ല. അതായത് ഈ ഇത്തരം ആപ്പുകളൊക്കെ ഇൻസ്റ്റാൾ ചെയ്യുമ്പോൾ മിനിസ്റ്റർ വഴി ആയിരിക്കണം നമുക്കിത് പോകേണ്ടത്. അതായത് ഇപ്പോൾ തന്നെ ഒരു ഏത് തരത്തിലുള്ള ഒരു ഫോണിലേക്ക് നമ്മൾ പ്രവേശിക്കുന്നത് തന്നെ നമ്മുടെ മെയിൽ ID അടക്കമുള്ള വിവരങ്ങൾ നൽകിക്കൊണ്ടാണ്. ആ മെയിൽ ID ഒരു പരിധിവരെയെങ്കിലും ക്രെഡിബിൾ ആണ് എന്നറിയാം. ഒപ്പം ഇത്തരം ഈ ഫേക്കിനപ്പുറത്തുള്ള യഥാർത്ഥ ആപ്പുകൾ ഇൻസ്റ്റാൾ ചെയ്യുന്ന സമയത്ത് തന്നെ നമ്മൾ ആണ് ഈ വ്യക്തി എന്നത് സ്ഥിരീകരിക്കാൻ ഒരുപാട് ഡോക്യുമെന്റുകൾ അവർ ആവശ്യപ്പെടുന്നുണ്ടല്ലോ. അങ്ങനെ ഉണ്ടെങ്കിൽ പോലും മറ്റൊരാൾ ഇത് കരസ്ഥമാക്കിയാൽ നമുക്കത് തിരിച്ചു കിട്ടുക എന്നതും പ്രയാസകരമാണ്. അങ്ങനെയാണല്ലേ മനസ്സിലാക്കേണ്ടത് ശ്രീ വർഗീസ് ബാബു? അതാണ് ഇതിനായിട്ട് ഏറ്റവും വലിയ നമ്മളൊരു കാര്യം എന്ന് പറയേണ്ടത്. നമ്മൾ ഒരു വാട്സപ്പ് ഇൻസ്റ്റാൾ ചെയ്യുമ്പോഴും നമ്മൾ അതിൻ്റെ അകത്ത് ചോദിക്കും, നമ്മുടെ ഇമെയിൽ അഡ്രസ് ചോദിക്കും, നമ്മുടെ ഫോൺ നമ്പർ ചോദിക്കും. ഈ ഫോൺ നമ്പറും ഇമെയിൽ അഡ്രസ്സ് വാട്സപ്പിന്റെ കയ്യിലുണ്ട്. ബേസിക്കലി അതും ഒരു ആപ്ലിക്കേഷൻസ് ആണ്. അപ്പം നമുക്ക് ഇതിൻ്റെ അകത്ത് അവർക്ക് നമ്മുടെ ഇമെയിൽ അഡ്രസ്സ് 2-factor വെരിഫിക്കേഷൻ എനേബിൾ ചെയ്തിട്ടുണ്ടാവാം. അതിനോടൊപ്പം തന്നെ നമ്മുടെ വാട്സപ്പിൻ്റെ അകത്ത് 2-factor എനേബിൾ ചെയ്തിട്ടുണ്ടാവാം. പക്ഷെ ഒരു ഹാക്കറിനെ സംബന്ധിച്ച് ഇതൊന്നും വേണ്ട. അവിടെ വേണ്ടത് ഒരു API പോലത്തെ ഒരു ഫയല് ഇൻസ്റ്റാൾ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങളെ ഇമെയിലും ഫോൺ നമ്പറും എടുക്കാൻ കഴിയും. അവിടെയാണ് ചലഞ്ച് എന്ന് പറയുന്നത്. അതിന് നമ്മൾ വാട്സപ്പിൻ്റെ സെക്യൂരിറ്റിക്കകത്ത് അവരുടെ സെക്യൂരിറ്റി മെഷർമെന്റ് അവർ ചെയ്താൽ മാത്രമേ നമുക്കിത് പ്രിവെന്റ് ചെയ്യാൻ പറ്റുള്ളൂ.